എൻ്റെ പ്രിയമുള്ളവരെ, ഏത് സമയത്താ എങ്ങനെയാ എപ്പോഴാ മരിക്കുന്നതെന്ന് പറയാൻ നമുക്കൊരാൾക്കും കഴിയില്ല. ദിനം പ്രതി പല പല രൂപത്തിലുള്ള മരണ വാർത്തകൾ പടച്ചവനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാ. അപകട മരണങ്ങൾ കാണുകയാണല്ലോ, രോഗങ്ങൾ പിടിപെട്ടിട്ടുള്ള മരണങ്ങൾ കാണുകയാണല്ലോ, പടച്ചവനെ കൊലപാതകങ്ങൾ കാണുകയാണല്ലോ. ഈ മരണ വാർത്തകൾ, ഓരോ മരണത്തിന്റെ കാര്യങ്ങളും എൻ്റെ പ്രിയമുള്ളവരെ പടച്ചറബ് നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് എന്താണെന്നറിയോ? എനിക്കും നിങ്ങൾക്കും അല്ലാഹനെ ചിന്തിക്കാനാ, മരണത്തെ കുറിച്ചുള്ള ഓർമ്മ വരാനാ, ഹൃദയത്തിൽ അല്ലാഹ് എന്നുള്ള ബോധം കടന്നു വരാൻ വേണ്ടിയിട്ടാ. പടച്ചവനെ, മരണമെന്ന് പറയുന്ന സത്യം നമ്മൾ ഓർത്തു കഴിഞ്ഞാൽ എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം അവിടുന്ന് സുന്ദരമാക്കാൻ നമുക്ക് കഴിയുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് അതാ സ്വഹാബത്ത് കടന്നു വന്നുകൊണ്ട് ചോദിക്കുകയാ, സ്വഹാബത്തെ സ്വഹാബത്തെ, അല്ലാഹുവിന്റെ റസൂൽ പടച്ചവനെ അവിടെ നിന്ന് റസൂലുള്ളാഹിയോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ലഭിക്കാൻ, ഖുശൂ ലഭിക്കാൻ, അല്ലാഹനെ കുറിച്ചുള്ള ഏറ്റവും വലിയ ഓർമ്മ ലഭിക്കാൻ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്ത കാര്യം എന്താണെന്നറിയോ? എൻ്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് പറഞ്ഞു കൊടുത്തത് മരണത്തെ ഓർക്കാൻ വേണ്ടിയിട്ടാ, മരണത്തെ ഓർത്തുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാ. എൻ്റെ പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം പടച്ചവനെ ഇന്നലെ ഉണ്ടല്ലോ ഒരു വാർത്ത കണ്ടെന്റെ പ്രിയമുള്ളവരെ, പട്ടിക്കാട് ജാമിഅ നൂരിയ അറബി കോളേജിൽ നിന്നോ ഈ വർഷത്തെ സമ്മേളനം കടന്നു വരുമ്പോ അതിലിരുന്ന് കൊണ്ട് തന്റെ കൂട്ടുകാരോടൊപ്പം പടച്ചവനെ സനത് മേടിക്കണ്ട, സർട്ടിഫിക്കറ്റ് മേടിക്കണ്ട പണ്ഡിതനാ റാഷിദ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരനായ ഒരു ഉസ്താദ്, എൻ്റെ പ്രിയമുള്ളവരെ, കരുവമ്പാടി എന്ന് പറയുന്ന സ്ഥലത്താ അതാ പടച്ചവനെ പെട്ടെന്നൊരു പനി വരികയാണോ, മഞ്ഞപ്പിത്തമാണെന്ന് അറിയുകയാണോ, പടച്ചവനെ പെട്ടെന്നൊരു സർജറി കഴിഞ്ഞുവത്ര. എൻ്റെ പ്രിയമുള്ളവരെ, പെട്ടെന്നൊരു സർജറി കഴിഞ്ഞുവത്ര. പക്ഷേ അവിടെ നിന്ന് പടച്ചവനെ ഒരുപാട് കടമായിട്ടുണ്ട് അത്ര. പെട്ടെന്നാണ് അവിടുന്ന് പടച്ചവനെ മരണത്തിന് കീഴടങ്ങിയത്. അല്ലാഹുവേ, പട്ടിക്കാട് ജാമിഅ നൂരിയ, അല്ലാഹുവേ, ഒരുപാട് ആലിമീങ്ങള്, ഒരുപാട് അല്ലാഹുവിന്റെ ഔലിയാക്കള്, അല്ലാഹുവേ, പടുത്തുയർത്തിയ പരിശുദ്ധമായ സ്ഥാപനമാ. ആ സമ്മേളനത്തിന്റെ ദിവസത്തിൽ നമ്മൾ തടിച്ചു കൂടുന്നത് എത്ര അല്ലാഹുവിന്റെ ഔലിയാക്കളാണെന്നറിയോ? മഹാനായ തൃപ്പനച്ചി ഉസ്താദ് പടച്ചവനെ നവ്വറല്ലാഹു മർഖദാ, പടച്ചവനെ മഹാനവറുകൾ എപ്പോഴും അവിടുന്ന് പറയാറുണ്ട്, അല്ലാഹ് പട്ടിക്കാട് സമ്മേളനത്തിന് അന്നെങ്ങാനും ഉസ്താദിനെ കാണാൻ പോയാ ശൈഖുന പറയുന്ന കാര്യം, നിന്നെല്ലാരും പട്ടിക്കാട്ടേക്ക് വന്നോളൂ, അവിടെയാ ഇന്ന് ചികിത്സയുള്ളത്, അവിടെയാ നോട്ടമുള്ളതെന്ന. കാരണം പട്ടിക്കാട് ജാമിഅ നൂരിയയില് അല്ലാഹുവിന്റെ ഔലിയാക്കൾ ഒരുമിച്ച് കൂടുന്ന ദിവസമതാ. ആ ദിവസത്തിൽ അല്ലാഹുവിന്റെ ഔലിയാക്കളുണ്ട്, ദുആക്ക് ഇജാബത്തുണ്ട്. പടച്ചവനെ, ഈ വർഷം അവിടുന്ന് പൊന്നുമോന് റാഷിദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ പണ്ഡിതന് അല്ലാഹുവേ അവിടുന്ന് പ്രാർത്ഥന നടത്തുമല്ലോ. അല്ലാഹുവേ, നീ സ്വീകരിക്കാതിരിക്കില്ലല്ലോ. കാരണം ദുആ ചെയ്യുന്നത് സാദാത്യങ്ങളാ, അല്ലാഹുവിന്റെ ഔലിയാക്കളാ. ആമീൻ പറയുന്നത് പടച്ചവനെ സ്നേഹിക്കുന്ന, ദീനിനെ സ്നേഹിക്കുന്ന സാധുക്കളായ ആളുകളാ. പടച്ചവനെ, ആ കുടുംബത്തിന് നീ സമാധാനം കൊടുക്കണേ അല്ലാ, ക്ഷമ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, നീ ഖൈർ കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ആ പണ്ഡിതനെ റബ്ബേ നീ അല്ലാ മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കണേ തമ്പുരാനെ. ജീവിതത്തിൽ അല്ലാ ചെയ്ത നന്മകൾ സ്വീകരിക്കുക അല്ലാ, ദീന് പഠിച്ചത് സ്വീകരിക്കുക അല്ലാ.
നിന്റെ ദീനിന്റെ ചെയ്ത ഖിദ്മത്തുകൾ സ്വീകരിക്കല്ലാ. പടച്ച റബ്ബേ, ആ പ്രിയപ്പെട്ട സഹോദരന്റെ ഖബറിടം നീ സ്വർഗമാക്കണേ അല്ലാ. എന്റെ പ്രിയമുള്ളവരെ, കണ്ടുപഠിക്കണം എന്റെ പ്രിയമുള്ളവരെ. അള്ളാന്റെ ദീനിനെ മനസ്സിലാക്കി ജീവിച്ചു പോയ ആളുകളാ. പടച്ചവനെ, ദീനിന്റെ കാര്യങ്ങളിലോ ആ തലപ്പാവ് ധരിച്ചിട്ട് വെള്ള വസ്ത്രം ധരിച്ചിട്ട് നടക്കുമ്പോ അല്ലാഹുവേ, അവിടെയല്ലേ എന്റെ പ്രിയമുള്ളവരെ റബ്ബിന്റെ ഏറ്റവും വലിയ ഖൈറുള്ളത്, ഏറ്റവും വലിയ നന്മയുള്ളത് അവിടെയാണല്ലോ. അല്ലാഹുവേ, നീ കബൂലാക്കണേ അല്ലാഹു തആല കബൂലാക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഈ വർഷം പട്ടിക്കാട് ജാമിഅ നൂരിയിൽ നിന്ന് സനദ് വാങ്ങിക്കേണ്ട ഒരു പൊന്നു ചെറുപ്പക്കാരനായ പണ്ഡിതനാണ്. ഇന്ന് അള്ളാഹുവിന്റെ അലംഘനീയമായ വിധിക്ക് ഉത്തരം നൽകി 6 അടി മണ്ണിലേക്ക് എന്റെ പ്രിയമുള്ളവരെ യാത്രയായി. അള്ളാഹു ഖബർ സ്വർഗമാക്കി കൊടുക്കട്ടെ. അള്ളാഹു ഖബർ സ്വർഗമാക്കി കൊടുക്കട്ടെ.